രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന 4 ദോശയാണ് ഇന്ന് കാണുന്നത്. അതും റവ കൊണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യം ഇതുപോലെ സെറ്റ് ദോശയുടെ ടൈപ്പ് വളരെ പഞ്ഞി പോലെ ഇരിക്കുന്നത് ഉണ്ടാക്കി വെച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ ദോശ. രണ്ടാമത്തേതെന്ന് പറയുന്നത് പച്ചക്കറിയും കൂടെ ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ. മൂന്നാമത്തേത് ഇതുപോലെ അപ്പം ടൈപ്പിൽ തയ്യാറാക്കിയെടുക്കാവുന്നത് ദോശയാണ്. ഇതും നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇതിലും എണ്ണ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നാലാമത്തെ രീതി എന്ന് പറയുന്നത് ബൺ ദോശയാണ്. ഇതിലും ധാരാളം പച്ചക്കറികളും താളിപ്പും കൂടെ ചേർത്താണ് ഈ ദോശ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഈ 4 ദോശകളും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം സെറ്റ് ദോശ എങ്ങനെയാണെന്ന് നോക്കാം. ദോശ തയ്യാറാക്കാൻ ആദ്യം ഒരു 3/4 കപ്പ് അവല്, കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചുമന്ന അവൽ എടുക്കണമെങ്കിൽ ചുമന്ന അവലും എടുക്കാം. നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിലുള്ള വെള്ളം ഊറ്റിക്കളയുക. അതിലേക്ക് ഒരു കപ്പ് റവ, വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂടെ 3/4 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുക. റവ നന്നായിട്ട് വെള്ളം കുടിക്കും, അവലും വെള്ളം കുടിക്കും. ഇത് കൂട്ട് ഒന്ന് കട്ടിയായി കിട്ടുന്നവരെ മാറ്റി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ നോക്കുമ്പം മിശ്രിതം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് മാറ്റി പാത്രം കഴുകി ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പാത്രത്തിലേക്ക് പകർന്ന് മിക്സി ജാറ് ഒന്ന് കഴുകി ശകലം വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ദോശയുടെ മാവ് പോലെ നല്ല ലൂസായിട്ടിരിക്കുന്ന ഒരു മാവായിരിക്കണം. അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഈനോ സോൾട്ടും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർക്കുമ്പോൾ അതൊന്ന് പതഞ്ഞ് വരും. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ പുളിപ്പിക്കാൻ വെക്കാത്തത് കൊണ്ടാണ് ഈനോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിത് ഈ മാവ് കൊണ്ട് ദോശ ചുടാവുന്നതാണ്. ദോശക്കല്ല് ശകല എണ്ണ കൊണ്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുക. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നമ്മൾ ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 ചുറ്റിച്ച് കൊടുത്താൽ മതി. സെറ്റ് ദോശ പോലെ അങ്ങ് എടുത്താൽ മതി. ഇതിലേക്ക് എണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഒരു സ്വാദിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചില്ലെങ്കിലും നമ്മൾ ദോശ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ കയ്യിൽ നല്ല എണ്ണമയം പോലെ ഒരു എണ്ണപ്പാട് കിട്ടും. അത് എണ്ണ ഒഴിച്ചില്ലെങ്കിലും നല്ല സ്വാദാണ്. ഇതുപോലെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കുക. അപ്പം വളരെ തിന്നായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ പരത്താം. ഇത് ഒരു സെറ്റ് ദോശ പോലെ ചുട്ടെടുത്തതാണ്. ഇത് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3-4 മണിക്കൂർ കഴിയുകയാണെങ്കിലും ദോശ നല്ല മൃദുവായിട്ട് തന്നെ ഇരിക്കും. രാവിലെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിലും രാത്രി എടുക്കുകയാണെങ്കിലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ അടച്ചു വെച്ചിരുന്നെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ തിന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മയം നമുക്ക് കിട്ടത്തില്ല. ബാക്കിയുള്ള ദോശയും ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള ചട്നിയാണ് ടേസ്റ്റ്. തട്ടുകട സ്റ്റൈലിൽ നമുക്ക് കിട്ടുന്ന ആ വെള്ളം പോലത്തെ തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഏത് ചട്നി വേണമെങ്കിലും നമുക്ക് വിളമ്പാവുന്നതുമാണ്.
ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കുക. ദോശയുടെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നല്ല മൃദുവും മറ്റുള്ള നമ്മൾ ദോശയാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ ചട്നിയുടെ കൂടെ ചേർത്ത് വായിലിടുകയാണെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. അതിന് 1 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഉടച്ച് ചേർക്കുക. വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുക. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പും കൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ കൂട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടെ അത് കട്ടിയായി കിട്ടും. ഇപ്പോൾ ഇച്ചിരി നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കാം. അപ്പോൾ ആദ്യം ശകലം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ചതച്ച മുളക്, കായപ്പൊടി, കുരുമുളക്, ജീരകം, പിന്നെ പൊടിയായി അരിഞ്ഞ പച്ചക്കറികൾ, സവാള, ഇഞ്ചി, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ഇനി നല്ല ഒഴിച്ചാൽ നന്നായിട്ട് ഒഴുകുന്ന പരുവായിരിക്കണം മാവ്. ഒട്ടും കട്ടി പാടില്ല. അതായത് ഇതുപോലെ നല്ല അയവിൽ വരുന്ന മാവായിരിക്കണം. പാൻ നല്ല ചൂടായിരിക്കണം. നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നല്ലോണം ഇളക്കിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോൾ, ഇതിപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം എണ്ണ ഒഴിച്ചും ഇത് തയ്യാറാക്കാം. ഇത് എണ്ണ ഒഴിച്ചില്ലെങ്കിലും നല്ല സ്വാദാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ. ഇതുപോലെ തന്നെ അടുത്ത ദോശയാവുമ്പം അതൊന്ന് തെളിഞ്ഞിരിക്കും. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം അടുത്ത ദോശയ്ക്കുള്ള മാവ് ഇതുപോലെ കോരി ഒഴിക്കാനായിട്ട്. ഒരേപോലെ മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ ദോശ മാറ്റിയിട്ട് അടുത്ത ദോശ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക. നമ്മൾ എണ്ണ ഒഴിച്ചില്ലെങ്കിലും നല്ല എണ്ണമയം കാണും ദോശയിൽ. ചമ്മന്തിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സാമ്പാർ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന റവ ദോശ. ഇത് എത്രത്തോളം മൊരിഞ്ഞതാണെന്ന് ഇത് ഒച്ച കേൾക്കുമ്പോൾ നമുക്കറിയാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മൊരിഞ്ഞ ദോശയാണെന്ന്. ഈ ദോശ തയ്യാറാക്കാൻ ഇച്ചിരി സമയം ദോശക്കല്ലിൽ ആവശ്യം വരും. കാരണം അതൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇത് വെള്ളമായതുകൊണ്ട് വെന്ത് കിട്ടാൻ ഇച്ചിരി കൂടെ സമയം പിടിക്കും. ആദ്യത്തെ ദോശ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തെ ടൈപ്പാണ്. ഇത് അപ്പം പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നത്. അതിലേക്ക് 1 കപ്പ് റവ, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് മഷി പോലെ ഇതുപോലെ അരച്ചെടുക്കുക. ശകലം വെള്ളം കൂടെ ഒഴിച്ച് മിക്സി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് ദോശമാവിൻ്റെ അയവിലായിരിക്കണം മാവിരിക്കുന്നത്. ഒത്തിരി കട്ടിയാകാനും പാടില്ല, ഒരുപാട് വെള്ളമാകുകയും വേണ്ട. അതായത് ഇതുപോലെ ഒഴുകുന്ന പരുവമായിരിക്കണം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈനോ സോൾട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിലേക്ക് ആദ്യം 2 തുള്ളി എണ്ണ ഒഴിച്ച് ഒരു ടിഷ്യൂ തുടച്ചാൽ മതി. പിന്നെ അപ്പത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല.
ഇതുപോലെ ഒരു തവി മാവ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി. അത് പരത്തുക ഒന്നും വേണ്ട. അതിലേക്ക് കുമളകളൊന്ന് നന്നായിട്ട് വന്ന് തുടങ്ങുമ്പം ഒരടപ്പ് വെച്ചിട്ട് അടച്ച് ഒരു ചെറിയ തീയിലും മീഡിയം തീയിലും ഇടയ്ക്ക് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ലോണം കുമളകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ അടപ്പ് വെച്ച് അതിൻ്റെ കളറ് നന്നായിട്ട് ഇതുപോലെ മാറും. അതിൻ്റെ അർത്ഥം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. നമ്മൾ അടിഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ബ്രൗൺ കളർ, നല്ല ലൈറ്റ് ബ്രൗൺ കളറും ആയിരിക്കും. നല്ല മയമുള്ള റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഇൻസ്റ്റൻ്റായിട്ടുള്ള അപ്പം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും തയ്യാറാക്കി എടുക്കുക. ഇതിലേക്ക് ഒട്ടും തന്നെ നമുക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും കൂടെയാണ് ഈ അപ്പം. തന്ന അളവ് വെച്ച് നമുക്ക് ഇതുപോലെ 8 അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് വിളമ്പാം. ഇത് പരിപ്പുകളും കപ്പലണ്ടിയും കൂടെയുള്ള നല്ല എരിവുള്ള ചട്നിയുടെ കൂടെയാണ് ഇത് വിളമ്പിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റുന്ന, ഇപ്പം ദോശമാവില്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ദോശയാണ്, അല്ല അപ്പമാണ്. നമുക്ക് തയ്യാറാക്കി സ്കൂളിന് കൊടുത്ത് വിടുകയാണെങ്കിലും അത് കട്ടിയില്ലാതെ നല്ല മയമുള്ളതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ എല്ലാവരും ഈ രീതിയിൽ അപ്പം തയ്യാറാക്കി നോക്കുക. ഇനി 4ാമത്തെ വേർഷൻ എന്ന് പറയണത് ബൺ ദോശയാണ്. നല്ല അകത്ത് നല്ല മൃദുവായിട്ടിരിക്കുകയും ചെയ്യും, പുറമെ ഇച്ചിരി ക്രിസ്പി ആയിട്ടും കിട്ടുന്ന ഇതുപോലെ ധാരാളം പച്ചക്കറികളും കൂടെ ചേർത്ത് ബൺ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആദ്യം ഒരു 2-3 ടീസ്പൂൺ എണ്ണ ചൂടാക്കി കടുകും ജീരകവും താളിക്കുക. നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് സ്വാദിന് അവരവർക്ക് ഇഷ്ടമുള്ള കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം സവാളയും കൂടെ ചേർത്ത് വഴറ്റുക. ഇതിപ്പോൾ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക. ഒരുപാട് പൊടിയായി അരിയേണ്ട കാര്യമില്ല. സവാള വാടി കിട്ടുമ്പോൾ അതിലുള്ള ആ കട്ടി മാറി നല്ല സോഫ്റ്റ് ആയിക്കോളും. അതിലേക്ക് പച്ചക്കറികൾ മാത്രം എളുപ്പം വെന്ത് കിട്ടാനായിട്ട് ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇതിൽ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ക്യാപ്സിക്കവും ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഒക്കെ ചേർക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വാടി കിട്ടണത് വരെ അടച്ചു വെച്ച് വേവിക്കുക. നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ കൂട്ട് തയ്യാറാക്കാം. 1 കപ്പ് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ആദ്യം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ താഴെ കട്ടയില്ലാണ്ട് വരും. ഇതുപോലെ ഒട്ടും തരിയില്ലാണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കും. നല്ല ഇച്ചിരി കട്ടിയും ആയിരിക്കണം. നമുക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ അവസാനം ആവശ്യത്തിന് ചേർത്തോളാം. വെള്ളമായിപ്പോയാൽ പിന്നെ നടുഭാഗം വെന്ത് കിട്ടാൻ പാടാവും. നമ്മൾ റവയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. റവ കുറച്ച് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ മാവിൻ്റെ കട്ടി നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 15 മിനിറ്റിന് ശേഷം മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന കൂട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. പച്ചക്കറികളും കൂടെ ഒരു 1/2 കപ്പ് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ വേണ്ടത്. മാവ് ഒരുപാട് ലൂസായി പോകരുത്, നല്ല കട്ടിക്കുള്ള മാവ്, ഇഡ്ഡലി മാവ് പോലെ തന്നെ നല്ല കട്ടിക്കുള്ള മാവായിരിക്കണം. ഇതുപോലെ നല്ല കട്ടിക്കുള്ള മാവായിരിക്കണം. ഇനി ഇതിലേക്ക്
1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഒരു ഇനോ സോൾട്ടും കൂടെ ചേർത്താൽ മതി. ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കുഴിവുള്ള ചീനിച്ചട്ടി ആയിരിക്കണം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 1-1.5 തവി മാവ് നല്ല കട്ടിക്ക് വേണം ഒഴിക്കാനായിട്ട്. ശകലം കൂടെ എണ്ണ ഒഴിച്ച് ഇതുപോലെ അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ മറിച്ചിട്ടിട്ട് ശകലം കൂടെ എണ്ണ ഒഴിച്ച്, ഇതിന് ശകലം എണ്ണ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 2 സൈഡും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ദോശയും തയ്യാറാക്കുക. നല്ല കട്ടിക്ക് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ബൺ ദോശയെന്നും പറയുന്നത്. ഇത് വലിയ തീയിലിട്ട് മാത്രം വേവിക്കരുത്, കാരണം പുറമേ നല്ല കളർ വരികയാണെങ്കിലും അകത്ത് മാവായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി സമയമെടുത്ത് വേവിക്കുന്ന ദോശയാണ്. ഇതിനും മറ്റേ ക്രിസ്പി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ആ ദോശയും ഈ 2 വേർഷനും കുറച്ച് സമയം പിടിക്കും. മറ്റേ 2 ടൈപ്പ് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന ദോശകളാണ്. അപ്പം നമ്മൾ മറിച്ചെടുക്കുമ്പം അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഇതുപോലെ മൊരിപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ദോശകളും വലിയ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ചുട്ടെടുക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ചീനച്ചട്ടി ഇതുപോലെ വലിയ ദോശയല്ല, ചെറിയ ചെറിയ ബൺ ദോശയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ മിനി ദോശയായിട്ടും തയ്യാറാക്കി എടുക്കാം. ഇതിന് കുഴിപ്പനിയാരം എന്നും പറയാം. ഇതുപോലെ ഉണ്ണിയപ്പക്കാരയിൽ തയ്യാറാക്കി എടുക്കുന്നതിന് ഇതും മിനി ബൺ ദോശയായിട്ടും നമുക്ക് പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുഴിയിൽ ശകലം 1/4 ടീസ്പൂൺ എണ്ണ ഓരോരോ കുഴിയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് മാവ് ഇതുപോലെ ഒന്ന് നിറച്ചിട്ട് ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് അങ്ങ് അടച്ചു വയ്ക്കുക. നന്നായിട്ട് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് 2 സൈഡും നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബൺ ദോശ അല്ലെങ്കിൽ കുഴിപ്പനിയാരം പോലെ എടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും എളുപ്പമാണ്. അവർക്ക് ചട്നിയോ ഇത് പഞ്ചസാരയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കി എടുക്കാം. മറ്റേ ആദ്യത്തെ ഭാഗം ഒന്നും കൂടെ ചുമന്ന് കിട്ടാനായിട്ട് ഒന്നും കൂടെ മറിച്ചിടുക. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഴിപ്പനിയാരം പോലെ നമുക്ക് തയ്യാറാക്കാം, ഇല്ലെങ്കിൽ വലിയ ബൺ ദോശയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടവുമാണ്. പച്ചക്കറികൾ ഏത് പച്ചക്കറികളാണോ ഇഷ്ടം അതനുസരിച്ച് അതും കൂടെ ചേർക്കാവുന്നതുമാണ്. അപ്പം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, ഇൻസ്റ്റൻറ്റുമാണ്, എളുപ്പം തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ബൺ ദോശ നമ്മൾ ചീനച്ചട്ടിയിൽ തയ്യാറാക്കിയതും ചെറിയ ഉണ്ണിയപ്പക്കാരയിൽ തയ്യാറാക്കിയതുമായ 2 രീതിയിലും തയ്യാറാക്കിയത്. ഇത് ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് വിളമ്പാവുന്നതാണ്. ഇത് എത്ര സോഫ്റ്റാണെന്ന് നമുക്ക് കാണാം. നടുഭാഗം മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, നടുക്ക് നല്ല മയമുള്ളതുമായിരിക്കും. നല്ല സോഫ്റ്റാണ്. ഇത് സമയം കഴിഞ്ഞെങ്കിലും കട്ടിയാവത്തില്ല. നല്ല മയമുള്ള ബൺ ദോശ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാവുന്നതാണ്. ചെറിയ ഉണ്ണിയപ്പക്കാരയിൽ തയ്യാറാക്കിയതാണെങ്കിലും വളരെ മയമുള്ളതാണ്. ഇതുപോലെ 4 രീതിയിലുള്ള ഇൻസ്റ്റൻറ്റ് റവ ദോശകളും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.